ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കുമ്പോൾ സർക്കാർ നിലപാട് മയപ്പെടുത്തുമെന്ന സൂചന നൽകി CPIM. നിലപാട് മാറുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണ് കോടതി പറയാം, അത്രയേ ഉള്ളൂ. അത് പറയാൻ പറ്റില്ലല്ലോ, അത് എന്തായാലും അപ്പുറമല്ലേ പറയാൻ പറ്റും. അങ്ങനെ മുൻകൂട്ടി പറയാം. അത് ഗവൺമെൻറ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനാണോ ഗവൺമെൻറ്? ഞങ്ങളാണ് വിശ്വാസികളോട് ഏറ്റവും കൂടുതലുള്ളത്. പോരെ? പിന്നെന്താ, അങ്ങനെ രണ്ടും കൂടി ചേർത്തിട്ടല്ലേ ജനാധിപത്യം നടക്കുക. അല്ലാണ്ട് വിശ്വാസികൾക്കൊരു ജനാധിപത്യം, വിശ്വാസി അല്ലാത്തവർക്ക് വേറെ ജനാധിപത്യം ഉണ്ടോ? എല്ലാവർക്കും ഉള്ള ജനാധിപത്യം തന്നെ. അല്ല, കോടതി പറഞ്ഞ നിലപാടാണെന്ന്. കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറ്റണം. കോടതി നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഇന്ന നിലപാട് സ്വീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കില്ല. മാറ്റമില്ലാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മാറ്റം. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് അഴകൊഴമ്പൻ മറുപടി കൊണ്ട് കാര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇതിൽ ഒളിച്ചുകളി പറ്റില്ല, ഈ അഴകുഴമ്പൻ സമീപനം പറ്റില്ല. എന്താണ് നിലപാടെന്ന് കൃത്യമായിട്ട് പറയണം. സ്ത്രീ പ്രവേശനത്തിന് ഇപ്പോഴും സർക്കാർ അനുകൂലിക്കുന്നുണ്ടോ? ഒന്ന്, അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ ഈ അഫിഡവിറ്റിൽ അവർ ഉറച്ചു നിൽക്കുക. ഇനി അനുകൂലിക്കുന്നില്ല, നേരത്തെ ക്ഷമ ചോദിച്ചതാണ്, മാപ്പ് പറഞ്ഞതാണ്, അന്നത്തെ ദേവസ്വം മന്ത്രി പരസ്യമായിട്ട് അത് തെറ്റുപറ്റിപ്പോയി എന്നെല്ലാം പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അഫിഡവിറ്റ് പിൻവലിക്കണം. ഏതെങ്കിലും ഒരു നിലപാട് വേണം. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ സ്റ്റാൻഡ് എന്ന് വ്യക്തമാകാൻ പോകുന്നത്. അവർ തീരുമാനിക്കട്ടെ. യുവതീ പ്രവേശനത്തിൽ സർക്കാർ സത്യവാങ്മൂലം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. യുവതീ പ്രവേശ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെട്ടിട്ടില്ലല്ലോ, ഗവൺമെൻറ്റുകൾ പോലും ഇടപെട്ടിട്ടില്ല. NSS ആ കേസ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് കോടതി തന്നെ പറഞ്ഞു ഇതുപോലുള്ള സംഘടനകൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വക കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഈ വാദം കേൾക്കുന്നത്. അത് എല്ലാ സംഘടനകളെയും വിളിക്കുമോ വിളിക്കുകയില്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഞങ്ങളെ വിളിക്കും. അത് ഞങ്ങൾ വളരെ സജ്ജമാണ്. കേസ് വളരെ പഴയ വാശിയോടുകൂടി തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് നമുക്കൊപ്പം ചേരുന്നത്. ശരത് ലാൽ, ഗുഡ് ഈവനിങ്. എന്തായാലും ഏറെ നിർണായകമാണ് നാളത്തെ ദിവസം, പ്രത്യേകിച്ചും കേരള സർക്കാരിനെ സംബന്ധിച്ച് എന്നുള്ളതാണ്. ശബരിമലയിലെ ഈ ഒരു യുവതീ പ്രവേശന വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് അത് നാളെ ഉണ്ടാകുമെങ്കിൽ ആ ഉത്തരവ് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. അതിന് പിന്നാലെ എന്താകും കേരളത്തിലെ CPIM ഇതിലെടുക്കുന്ന നിലപാട് എന്നുള്ള കാര്യത്തിലാണ് കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ NSS ഒക്കെ ഇപ്പോൾ കേരള സർക്കാരിന് CPIM-ന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കൂടി എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവരെയൊക്കെ പിണക്കാത്ത ഒരു നിലപാട് സ്വീകരിക്കണം. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ എന്താകും നാളെ സുപ്രീം കോടതിയുടെ ഇക്കാര്യത്തിലെ വിധി? അതിന് പിന്നാലെ CPIM എന്തായിരിക്കും ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക? പ്രത്യേകിച്ചും മാറ്റത്തിന് മാത്രമാണെന്ന് MV ഗോവിന്ദൻ ഇന്ന് പരോക്ഷമായി പറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടി എന്താണ് ശരത് ലാലിന്റെ ഒരു വിലയിരുത്തൽ? സ്വാതി, നാളെ സുപ്രീം കോടതിയിൽ നടക്കുന്നത് വളരെ നിർണായകമായ നടപടിക്രമങ്ങളാണ്. കാരണം 2018 കേസ് ഇതുവരെ ആ വിധി, 5-അംഗ ബെഞ്ചിൻ്റെ വിധി ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. അതിൻ്റെ പുനഃപരിശോധന നടപടികളാണ് ഈ കോടതിയിൽ നാളെ ചീഫ് ജസ്റ്റിസിൻ്റെ കോടതിക്ക് മുമ്പാകെ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് 9-അംഗ ബെഞ്ചാണ് ഇത് കേസ് പരിഗണിക്കുന്നത്, പുനഃപരിശോധനാ ഹർജി. ഈ 9-അംഗ ബെഞ്ച് നിശ്ചയിക്കുക എന്നതാണ് നാളെ ഈ കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ചിൻ്റെ ആദ്യത്തെ നടപടിക്രമങ്ങൾ. അതുകൊണ്ട് തന്നെ 9-അംഗ ബെഞ്ചിനെ ജസ്റ്റിസുമാർ ആരായിരിക്കണം എന്നതൊക്കെ ഈ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. അതിലെന്തായാലും ചീഫ് ജസ്റ്റിസ് ഉണ്ടാകുമോ എന്ന കാര്യം നമുക്കറിയേണ്ടി വരും. കാരണം ചീഫ് ജസ്റ്റിസ് 2018 ഇത് പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ജഡ്ജിയായ ഏക വ്യക്തിയാണ്. നിലവിൽ ഈ കോടതി വിധി 2019 സ്റ്റേ ചെയ്ത്
ക്ഷമിക്കണം, പുനരാലോചന ഹർജി പരിഗണിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ആ ബെഞ്ചിലുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഈ 3 അംഗ ബെഞ്ച് ആരൊക്കെ എന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് സൂര്യകാന്ത് ചീഫ് ജസ്റ്റിന് പുറമെ ജയ്മാല ബാഗ്ചി, അതേപോലെ തന്നെ ബിപിൻ പഞ്ചോലി എന്ന 3 പേരാണ് നാളെ ഈ കേസ് പരിഗണിക്കുന്നത്. ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട 1965 കേരളത്തിൻ്റെ വിശ്വാസമായ ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട നിയമം അത് ശബരിമലക്ക് ബാധകമാണോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുക. അതിന് പ്രധാന കാരണം 2020 9 അംഗ ബെഞ്ച് രൂപീകരിക്കുകയും 2020 9 അംഗ ബെഞ്ച് വാദം കേൾക്കുകയും തുടങ്ങുകയും ചെയ്തിരുന്നു. അന്ന് വാദത്തിനിടെ കേന്ദ്രത്തിൻ്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്രയോട് കോടതി 9 അംഗ ബെഞ്ച് ചോദിച്ചൊരു ചോദ്യം, എന്നാൽ ഈ ശബരിമല ക്ഷേത്രം ഈ 1960 കേരളത്തിലെ ക്ഷേത്ര ഭരണവും അല്ലെങ്കിൽ ക്ഷേത്ര ചടങ്ങുകളും തമ്മിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നതാണ്. അത്തരമൊരു ചോദ്യത്തിന് തുഷാർ മേത്ര കോടതിയിൽ മറുപടി പറയാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് സത്യവാക്ക് നൽകാൻ കഴിഞ്ഞില്ല. അതിന് 9 അംഗ ബെഞ്ച് അത് മാറിപ്പോവുകയായിരുന്നു, കേസ് മാറിപ്പോവുകയായിരുന്നു. എന്തായാലും നാളെ 9 അംഗ ബെഞ്ച് പരിഗണിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടും. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് തൻ്റെ കാലയളവിൽ തന്നെ താൻ കെട്ട കേസുകളിലുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കും എന്നൊരു സൂചന കഴിഞ്ഞ ജനുവരി അവസാന വാരം അദ്ദേഹം തുറന്ന കോടതിയിൽ നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കേസ് പരിഗണനയ്ക്ക് വരുന്നത്. ഏതായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മൊത്തം 67 പെറ്റീഷനുകളാണ്, പുനഃപരിശോധന ഹർജികളാണ് അതിലുള്ളത്. അത് 60 എണ്ണം കേരളത്തിലെ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഹർജി നൽകിയിരിക്കുന്നത് വളരെ രസകരമായ കാര്യമുണ്ട്. ഹർജി നൽകിയിരിക്കുന്ന രാജീവ് ഖണ്ഡർ ഇന്ന് ജയിലിലാണ്. അന്ന് ആ ഹർജിയിൽ ശബരിമല യുവതി പ്രവേശനത്തിനെ കർക്കശമായ രീതിയിൽ അനുകൂലിച്ച എൻ വാസു ജയിലിൽ കിടന്ന് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ ഹർജിയിൽ ഉണ്ടായിരുന്ന ഹർജി നൽകിയിരുന്ന ഒരാൾ തൃപ്രയാർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം ശരത്ലാൽ, എന്തായാലും നമുക്ക് നാളെ നോക്കാം എന്താകും സുപ്രീം കോടതിയുടെ ഇക്കാര്യത്തിലെ നിലപാട് എന്നുള്ളത്. അതിനുശേഷം സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതൊക്കെ എന്തായാലും നാളെ ഏറെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇക്കാര്യത്തിലാണ് എല്ലാവരുടെയും നിലപാട് എന്നറിയാൻ കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ് എന്നുള്ളതാണ്.